ഹലോ മൈ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗ്രാനി 2 ആണ്. ഗ്രാനി 2 എടുത്തിട്ട് നമ്മൾ പ്ലേ നക്കിയിട്ടുണ്ട്. ഈസിയിൽ നമ്മൾ ഗ്രാൻഡ് പള്ള കേട്ടോ കളിക്കണ്. നമ്മളിതാ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോയിട്ട് വാതിൽ തുറന്ന് നമ്മൾ അത് ഇതാക്കിയപ്പോൾ എന്നിട്ട് മറ്റേത് പൂട്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഡോർ ലോക്ക് നമ്മൾ എടുക്കുകയാണ്. ഡോർ ലോക്ക് എടുത്തുകൊണ്ട് അപ്പോഴത്തേക്കും ഗ്രാൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ മേലോട്ട് കയറി ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ ബോർഡ് കീ ആട്ടുള്ളത്. അന്നപ്പോൾ ഡോർ ലോക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ബോർഡ് കീ നമ്മളിപ്പോൾ വന്നോടത്തേക്ക് തന്നെ ഒരു എറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് മറ്റേ ആ ഷെൽഫ് തുറന്ന് നോക്കി, അവിടെ ഒന്നുമില്ല. ഇത് അത് ഈ റൂം തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പീസ് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് എറിഞ്ഞാണ്. പിന്നെ അതാ ഈ സ്റ്റൺ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പൂപ്പനെ ഇപ്പം നമ്മൾ കൊല്ലണം. ഇപ്പം നമുക്കിപ്പോൾ കൊല്ലണം. അപ്പൂപ്പനിപ്പോൾ വരുന്നില്ല. നമ്മൾ ആ ഷെൽഫ് തുറന്ന് നോക്കി, അവിടെ ഒന്നുമില്ല. അപ്പം അതാ തള്ളച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് 2 മിനിറ്റത്തേക്ക് ഞാനിപ്പോൾ ചത്തോയി. അതിനെ മലർത്തിയിട്ടിട്ട് സെക്യൂരിറ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാതിൽ സെക്യൂരിറ്റിക്ക് തുറന്നിട്ട് പിന്നെ അത് വലിച്ചെറിഞ്ഞ് വേഗം റൂമിൽ കയറി ഷെൽഫൊക്കെ നോക്കുകയാണ്. ഇവിടെ ഡോർ ഹാൻഡിലുണ്ട്. അത് നമ്മൾ ഡോർ എസ്കേപ്പ് അല്ല ചെയ്യണേ, നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഷെൽഫൊക്കെ തുറന്ന് നോക്കി. പിന്നെ ഇത് തുറന്ന് വെച്ചിട്ടോ, അഥവാ തളച്ചൻ വന്നാൽ ഇതെങ്ങനെയും പോരാ വിചാരിച്ചു. പിന്നെ ആ ക്ലോക്ക് തുറന്ന് നോക്കി, അവിടെയൊന്നുമില്ല. പിന്നെ ഇത് തുറന്ന് നോക്കി, അതിലുമില്ല. എന്നിട്ട് ആ ഷെൽഫും തുറന്ന് നോക്കി, അതിൽ വ്രഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മറ്റേ പുറത്തേക്ക് പോവാണ്. പുറത്തുനിന്ന് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വേഗം ഇത് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ആക്കിയപ്പോൾ നേരെ മുമ്പിലുള്ള ആ വെള്ളം വറ്റാട്ടോ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ്. അടുക്കളയിട്ട് കയറി പിന്നെ നമ്മൾ നേരെ സ്റ്റൺ ഗൺ എടുത്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇത് മണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി വിചാരിച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന്. എന്നിട്ട് പിന്നെ ഒരു വെടി അങ്ങ് കൊടുത്ത്. അപ്പോൾ ആ ഗണ്ണ് കിട്ടില്ല കേട്ടോ. പിന്നെ അതിനെ മാറ്റാനൊക്കെ നോക്കി, അവസാനം അത് കിട്ടി. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ പോയി ആ ക്രോബാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റൺ ഗൺ അവിടെ വെച്ച് ക്രോബാർ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അത് തുറന്ന് ഹാൻഡ് ഗ്രനേഡ് എടുത്ത് നമ്മളിപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി. എന്താ സ്ലെൻഡറിനെ അങ്ങനെ മേളിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. എന്നപ്പോൾ നമ്മൾ നേരെ
ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് വരാൻ. തള്ളച്ചൻ വരുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് സൈഡോടൊക്കെ തിരിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അങ്ങ് പോയി. തള്ളച്ചൻ ചെവി വെക്കൂല എന്നാ തോന്നുന്നു. തള്ളച്ച അടിച്ചടിച്ച് എൻ്റെ ചെവിൻ്റെ ഊപ്പാട് കഴിഞ്ഞിട്ടുണ്ടാവും. നേരെ ഹാൻഡ് ഗ്രനേഡ് ഇട്ടേക്കണ്. എനിക്ക് തോന്നുന്നു ഹാൻഡ് ഗ്രനേഡ് ആ അപ്പൂപ്പൻ്റെ മേലിൽ വർക്കായില്ല എന്നാണ്. നമ്മൾ വേഗം സ്റ്റൺ ഗണ്ണെടുത്ത് ബാക്കൗട്ട് നിന്ന് തള്ളച്ചൻ്റെ കയ്യിൽ വർക്കായില്ല. ഇനി വേഗം സ്റ്റൺ ഗണ്ണെടുത്ത് അതിന് പിന്നെ 2 ഇനത്തേക്ക് പോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്റ്റൺ ഗണ്ണ് അവിടെ ഇട്ടിട്ട് നേരെ ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ തുറന്ന് നോക്കുക കേട്ടോ. അവിടെ ഡെക്റ്റ് ടാപ്പ് കണ്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ എസ്കേപ്പിന് വേണ്ടിയ സാധനം തന്നെയാണ്. അത് നമ്മൾ എടുക്കും. മീറ്റ് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മളതിനെ കൊന്ന് അപ്പോൾ ഇനി നമുക്ക് മീറ്റ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അതാ ഗ്ലാസ് ഫ്യൂസ് അവിടെ ഇട്ടിട്ട് ആ ചെറിയ ഇതിൽ കൂടെ പോയപ്പോൾ അതാ അവിടെ കട്ടിംഗ് പ്ലെയേഴ്സ് വേഗം എടുത്തിട്ട് നമ്മൾ ബാക്കോട്ട് വന്ന് വേഗം ആ ഡോറിൻ്റെ മറ്റേ അത് ഇലക്ട്രിസിറ്റി അങ്ങ് പോക്കി. എന്നിട്ട് ഇതിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ മറന്നു കേട്ടോ ഗൈസ്. പിന്നെ അങ്ങോട്ടങ്ങ് ഇട്ട് പിന്നെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആ പിക്ചർ നമ്മളിതാ മേലോട്ട് കയറി പിന്നെ നമ്മൾ ആ ഷെൽഫൊക്കെ തുറന്നിട്ടാണ് ആ പിക്ചർ വെക്കാൻ പോണത്. പിന്നെ ഈ ഷെൽഫൊക്കെ തുറന്ന് ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ ഇട്ട് പിന്നെ നമ്മൾ നേരെ ആ വാതിൽ തുറന്നിട്ട് ആ പീസ് ഓഫ് പിക്ചർ വെച്ച് പിന്നെ അവിടെ മറ്റേ സാധനമാണെന്ന് അറിയണ കൊണ്ട് ഞാൻ വേഗം എടുത്ത് നമ്മളിതാ എടുത്ത് പിന്നെ കട്ടിംഗ് പ്ലേസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എടുത്തില്ല കേട്ടോ. ഇനിയും എടുക്കാനുള്ളത് കൊണ്ട് സാധനങ്ങൾ സ്റ്റൺ ഗൺ ഇപ്പോൾ എടുക്കണം. ആ അപ്പൂപ്പനെ കൊല്ലാൻ നമ്മൾ ഇപ്പോൾ സ്റ്റൺ ഗൺ എടുക്കാൻ പോവാണ്. ഹാൻഡ് ഗ്രനേഡും കയ്യിൽ പിടിച്ച്. പക്ഷേ നമ്മളിപ്പോൾ ആ പീസ് ഓഫ് പിക്ചറും വേണം. പക്ഷേ ഫസ്റ്റ് ആ തള്ളത്തിനെ കൊല്ലാന്നാണ് നമ്മളെ പരിപാടി. അതിനെക്കൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം നിൽക്കുകയാണ്. ഈ തള്ളച്ചൻ ചെവി വെക്കൂല എനിക്ക് അപ്പോഴേ അറിയാം. അതിനെക്കൊണ്ട് വെറുതെ ഹാൻഡ് ഗ്രനേഡൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ സ്റ്റൺ ഗൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ആലോചിച്ച് അവിടെ തന്നെ ഇങ്ങോട്ട് വേഗത്തിൽ തന്നെ വന്ന് ഇതാ തള്ളച്ചൻ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഗണ്ണ് ഈ കക്കൂസിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഈ പിക്ചർ എടുത്തിട്ട് നമ്മൾ മേലോട്ട് പോവുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മേലോട്ട് കയറിക്കാം. ഇവിടെ തന്നെ ഈ പിക്ചർ ഇട്ടിട്ട് പിന്നെ നമ്മൾ താഴോട്ട് പോയി. പിന്നെ നമ്മൾ നേരെ പോണത് സ്റ്റൺ ഗൺ എവിടെയാണെന്നാണ് ഞാൻ വിചാരിച്ച. സ്റ്റൺ ഗൺ ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ തന്നെ വന്ന് തപ്പുകയാണ് ഗൈസ്. നേരത്തുള്ള ഓർമ്മയില്ലേനി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ക്രോബാർ ഇപ്പോൾ അതാ ഇവിടെ വെറുതെ ഇവിടെ കിടക്കണ്ട വിചാരിച്ചിട്ട് ഈ ക്രോബാർ എടുത്തിട്ട് കക്കൂസ് തന്നെ പോയിടാൻ വിചാരിച്ച് കക്കൂസിൻ്റെ അടുത്തേക്ക് പോയി. ആ സ്റ്റൺ ഗൺ എടുത്തിട്ട് നമ്മൾ നേരെ മേലോട്ട് കയറുക കേട്ടോ ഗൈസ്. മേലോട്ട് കയറിക്കാൻ നിൽക്കാണ്. നമ്മൾ പിന്നെ ആ പിക്ചർ എടുത്തിട്ടുണ്ട്. നമ്മൾ മേലോട്ട് തന്നെ കയറുകയാണ്.
പിന്നെ ആ പിക്ചർ താഴോട്ട് വീണ് പിന്നെ നമ്മൾ വേഗം ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് ഇത് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉറങ്ങി. പിന്നെ ഈ പിക്ചർ എടുത്ത് പിന്നെയും കയറാണ്. ആ കയറിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഇപ്പം പിന്നെ അടുത്ത പിക്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ മേലോട്ട് കയറാണ്. പിന്നെ നമ്മൾ പോയി ഫിറ്റ് ചെയ്യാട്ടോ. ആ 3 നമ്മളിപ്പോൾ അതാ പിക്ചറും ഫിറ്റ് ചെയ്ത് ആ വാതിൽ തുറക്കാട്ടോ. എന്നാൽ നമ്മൾ ആദ്യം ഈ സ്റ്റൺ ഗണ്ണ് എടുത്ത് നേരെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫുൾ എനിക്ക് വീഴ്ത്തണം. അപ്പോൾ ഞാൻ വീഴ്ത്താൻ പോവാണ്. ഫസ്റ്റത്തെ വീഴ്ത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ജസ്റ്റിന് പോയി. 3 കിട്ടിയില്ല ഗായ്സ്. 4ാമത്തെ കിട്ടി. ഇനി ഒറ്റൊന്നും കൂടിയാണ് നമുക്ക് വീഴ്ത്താനുള്ളത്. അത് ജസ്റ്റിന് പിന്നെയും കിട്ടിയില്ല. കിട്ടി ഗായ്സ്. പിന്നെ നമ്മൾ ഈ സ്റ്റൺ ഗൺ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഗ്ലാസ് ഫ്യൂസ് വേണം. നമ്മളിപ്പോൾ അതാ ഈ തോക്ക് ഫുള്ളാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് ആ ബട്ടണിൽ ഷൂട്ട് ചെയ്ത് അതിൽ തുറന്നപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കയറി ആ ഗണ്ണ് എടുത്തിട്ടുണ്ട്. അവിടെ ആ കട്ടിംഗ് പ്ലേയേഴ്സും ആണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ നോക്കുക കേട്ടോ ഗായ്സ്, ഇവിടെ ഉണ്ടോയെന്ന്. നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡേ പോലും പോകാണ്ട് നമ്മൾ ഈ കളി ജയിക്കുക എന്നുള്ള കേട്ടോ ഗായ്സ്. ഞാനിത് തള്ളിയിട്ടപ്പോൾ വിചാരിച്ച് ഗ്രാൻഡ് പേ ഇങ്ങോട്ട് വരുന്നു താഴത്ത്. പക്ഷെ അപ്പോൾ കാണില്ല താഴത്ത് ഗ്രാൻഡ് പേനെ. എന്നപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി പിന്നെ കുത്തിരുന്ന് ആ സൈഡിൽ അങ്ങനെ അവിടെ ഉണ്ടോ ഇങ്ങനെ നോക്കുക കേട്ടോ ഗൈസ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ താഴത്തും നോക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ പിന്നെ ചാടി പിന്നെ നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ ഉണ്ടോ നോക്കാൻ ഇവിടെ 2 മിനിറ്റ് നിൽക്കാനാണ് നമ്മളെ ഇത്. അങ്ങനെ നിന്നാൽ ഇതാണെന്ന് തോന്നുന്നില്ല. എന്നപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഷോട്ട് ഗൺ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് പക്ക് ഇപ്പം ഇവിടെ വരേണ്ടതാണ്. ഗ്രാൻഡ് പപ്പൊന്നും ഇവിടെ വരുന്നില്ല. എന്നാൽ നമ്മൾ പിന്നെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറേ പ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിട്ടും വരാത്തത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് പേനെ കാണുന്നില്ല കേട്ടോ ഗൈസ്. എന്നപ്പോൾ നമ്മൾ ഈ റൂം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. റൂമും ഈ ഡൈനിങ് ഹാളൊക്കെ തപ്പുകയാണ്. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് മേലോട്ട് കയറണം വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ എല്ലായിടത്തും തപ്പണ്ടിയും കൊണ്ട് നമ്മളൊന്നും കയറി നോക്കിയില്ല. പിന്നെ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒന്നുമില്ല. എന്നപ്പോൾ എന്ത് ചെയ്ത് വെച്ചാൽ നേരെ നമ്മൾ പിന്നെ വേറെ സ്ഥലത്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ പിന്നെയും മേലോട്ട് കയറണമെന്ന് വിചാരിച്ചു. പിന്നെ താഴത്തുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട്. താഴത്ത് ഉണ്ടായിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ താഴോട്ട് പോയില്ല. താഴെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങോട്ട് പോവില്ല. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഗ്രാൻഡ് പ അവിടെ ഉണ്ടാവൽ.
പിന്നെ നമ്മൾ ഇവിടെയൊക്കെ പിന്നെയും വരിക കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ദാ ഗ്രാൻഡ്പ നമ്മൾ വെടി വെച്ച് ഷൂട്ട് മാറിപ്പോയി. പിന്നെ നമ്മൾ നേരെ ഗ്രാൻഡ്പ വരണം, അതിനെക്കൊണ്ട് നമ്മൾ ഇങ്ങനെ നിന്ന് ഗ്രാൻഡ്പ വരുന്നവരെ കാത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് ഇങ്ങനെ മെല്ലെ ഇറങ്ങി പിന്നെ സ്പീഡിന് വന്ന് പിന്നെ ഈ വേഗം പോവാണ്. ഇനി നമ്മൾ നേരെ പിന്നെ ആ ഷൂട്ട് ഗണ്ണിൻ്റെ ആ ഉണ്ട എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇതാ ആ ഗ്രാൻഡ്പനെ കാണില്ല. ഇതാ ഗ്രാൻഡ്പ നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ഗ്രാൻഡ്പ അവിടെ നിന്ന് ഇതാ ഡാൻസ് കളിക്കാട്ടോ ഗായ്സ്. ഡാൻസ് കളിക്കുന്നതിൻ്റെ എടുക്കുന്ന കൊല്ലാണ് നമ്മൾ. ഇളകി തന്നെ ചത്ത്. ഓ എന്താ അല്ലേ പാട്ട് കേൾക്കുക. പിന്നെ നമ്മൾ കട്ടിംഗ് പ്ലേയേഴ്സ് എടുത്ത് പിന്നെ നമ്മൾ മേലോട്ട് കയറുകയാണ്. മേലോട്ട് കയറി ഇനിയിപ്പോൾ അതാ ഈ കട്ടിംഗ് പ്ലേയേഴ്സ് ഇങ്ങോട്ടിട്ട് കുന്നിട്ട് നമ്മൾ പിന്നെയും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ബാക്കൊക്കെ നോക്കി പിന്നെ നമ്മൾ നേരെ പോണ താഴോട്ടാണ്. പിന്നെ അതാ നമ്മൾ ഈ ഷെൽഫ് ഒക്കെ തപ്പിയാണ്. പിന്നെ നമ്മൾ മേലോട്ട് തന്നെ കയറി. ഞാൻ തപ്പണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ഫ്യൂസ് ആട്ടോ ഗൈസ്. ഗ്ലാസ് ഫ്യൂസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗ്ലാസ് ഫ്യൂസ് എവിടെ ഉള്ളതെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം അവിടെ പോയി ഗ്ലാസ് ഫ്യൂസ് എടുത്ത് പിന്നെ മേലോട്ട് കയറുക കേട്ടോ ഗൈസ്. അങ്ങോട്ട് കയറി ആ ഗ്ലാസ് ഫ്യൂസ് അങ്ങോട്ട് ഇട്ട് പിന്നെ ഇറങ്ങാൻ കഴിയില്ല കേട്ടോ ഗൈസ്. അന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ കുത്തിയിരുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഈ ഡെക്റ്റ് ടാപ്പ് എടുക്കണോ സ്റ്റൺ ഗൺ എടുക്കണോ ആലോചിച്ചപ്പോൾ വേഗം സ്റ്റൺ ഗൺ എടുത്തിട്ട് നേരെ നമ്മൾ മേലെ കൊണ്ടുപോയി ഇടുകയാണ്. പിന്നെ നമ്മൾ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ താഴെ തന്നെ കേട്ടോ ഉള്ളത് സ്റ്റൺ ഗണ്ണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പിന്നെ ആ സ്റ്റൺ ഗൺ എടുക്കാൻ താഴോട്ട് ഇറങ്ങി പിന്നെ മേലോട്ട് കയറുക കേട്ടോ ഗായ്സ്. അപ്പോഴത്തെ സ്റ്റൺ ഗണ്ണും അങ്ങോട്ട് ഇട്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഡെക്റ്റ് ടാപ്പ് എടുത്ത് മേലോട്ട് പോവുകയാണ്. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. ഇതവിടെ കേട്ടോ ഗ്ലാസ് ഫ്യൂസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യേണ്ട സ്ഥലമെത്തി. അപ്പോൾ നമ്മൾ നേരെ ഡെക്റ്റ് ടാപ്പ് എടുക്കാനാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ആദ്യം കട്ടിംഗ് പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെക്റ്റ് ടാപ്പ് പിന്നെ ചെയ്യാൻ വിചാരിച്ച് കട്ടിംഗ് പ്ലേയേഴ്സ് എടുത്തത് തുറന്ന് ഇതാ മനുഷ്യൻ കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഹെലികോപ്റ്റർക്ക് നമുക്ക് വേണ്ടിയ സാധനം തന്നെ കേട്ടോ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക്. നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്തെത്തി. പിന്നെ സ്റ്റാർട്ടാവുമോ നോക്കുക കേട്ടോ ഗൈസ്. സ്റ്റാർട്ടാവില്ല. എനിക്കറിയാം എന്താ സ്റ്റാർട്ടാവാത്തത്. പിന്നെ ഹെലികോപ്റ്റർക്ക് അവിടെ ഇട്ട് പിന്നെ നമ്മൾ ആ ഡെക്റ്റ് ടാപ്പ് നമ്മൾ എടുക്കാൻ പോവുക കേട്ടോ ഗൈസ്.
ഡെക്റ്റ് ടാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മളിതാ മേലെ അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പിന്നെ അവിടുത്തെ ഇത് ലോക്കുള്ള ഇത് തുറന്ന് പിന്നെ ഈ ഡോറ് തുറന്ന് പിന്നെ ഈ താഴൊക്കെ നോക്കി പിന്നെ ഈ സ്റ്റൺ ഗണ്ണ് എടുത്ത് താഴെ തളഞ്ഞ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വേഗം ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഇവിടെ ഈ ഗണ്ണ് ഡ്രോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ താഴോട്ട് പോവുക കേട്ടോ ഗൈസ്. താഴോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ക്രോബാറാണ് നമ്മൾ താഴത്ത് ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ ക്രോബാർ ആ ബാത്റൂമിലാട്ടോ ഉള്ളത്. നമ്മൾ ആ ക്രോബാർ എടുത്ത് പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് പോവുക കേട്ടോ. എന്നപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ ഗായ്സ്. വെപ്പൺ കീ നമ്മൾ തുറന്നപ്പോൾ വെപ്പൺ കീ ആണ് കണ്ടത്. വെപ്പൺ കീ മേലത്തോ നോക്കണം. നമ്മളിപ്പോൾ അതാ നേരെ മേലോട്ട് കയറുക കേട്ടോ. എന്നിട്ട് മേലത്തെ ക്രോബാർ തുറക്കാൻ പോവുകയാണ്. ഇത് തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഡ്ലോക്ക് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ പഡ്ലോക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് പഡ്ലോക്ക് നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പിന് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ താഴോട്ട് പോയി വെപ്പൺ കീ ആണ് എടുക്കേണ്ടത്. വെപ്പൺ കീ നമ്മൾ എടുക്കാൻ പോവുക കേട്ടോ ഗായ്സ്. പിന്നെ നമ്മളിപ്പോൾ അതാ വെപ്പൺ കീ എടുത്ത് നമ്മൾ ആ ക്രോബാർ എടുത്ത് പിന്നെ നമ്മൾ നേരെ വെപ്പൺ കീ കൊണ്ട് നമ്മൾ ആക്കേണ്ട സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ഇതാ ബോട്ട് സ്റ്റിയറിങ്ങിലാണ് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എടുക്കാണ്ട്. ആമോ 2 എണ്ണവും വെപ്പൺ കീൻ്റെ ആമോ 2 എണ്ണം എടുത്ത് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ മേലോട്ട് കയറിയിട്ടുണ്ട്. ബെഡ്റൂമിലുണ്ട് കേട്ടോ 2 എമോ. നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മൾ മേലോട്ട് കയറുകയാണ്. എന്നിട്ട് നമ്മളിവിടെ വെറുതെ ഈ ഗണ്ണടട്ട് നമ്മൾ നേരെ പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിനടുത്ത് പോയി ആ ഷൂട്ട് ഗണ്ണെടുത്ത് പിന്നെ മറ്റേ കൂടിയ വരിക കേട്ടോ ഗായ്സ്. മറ്റേ കൂടി വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മറ്റേ കൂടി കേട്ടോ വന്ന്. എന്നിട്ട് ഗ്രാൻഡ് പൗഡർ ഉണ്ടാക്കി പിന്നെ വേഗം ചാടി പിന്നെ നമ്മൾ നേരെ ഇവിടെ ഉണ്ടാവും. അതിനെക്കൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മളിതാ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി ബാത്റൂമിലിട്ടോ നമ്മളൊരു ഷൂട്ടം കൊടുത്ത് 2:30 സെക്കൻഡ് ഗ്രാൻഡ് ഉണ്ടാവില്ല. നമ്മളിപ്പോഴാട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടാവും. ഗ്യാസോലിനും കിട്ടുക. നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ പിന്നെ ആ കോണി കയറി നേരെ ആ ഗ്യാസോലിന് പോയി ഇടാൻ പോവുക കേട്ടോ ഗൈസ്. ആ ഫ്യൂല് നമ്മൾ ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഫുള്ള് ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ ഗൈസ്.
നമ്മൾ ഫുൾ ഒഴിച്ച് പിന്നെ നമ്മൾ ഹെലികോപ്റ്റർ കീ എടുത്ത് വണ്ടി കയറി സ്റ്റാർട്ടാക്കി ഗൈസ്. നമ്മളങ്ങനെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ മുമ്പിൽ ഗ്രാൻഡ് പട്ടോ ഗൈസ്. നമ്മൾ ഗ്രാൻഡ് പൻ്റെ മുമ്പ് കൂടിയാണ് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. എല്ലാ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക.